ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1994 സെപ്റ്റംബർ മാസത്തിൽ പുറത്തിറങ്ങിയതും ഓണം സീസണോടനുബന്ധിച്ച് റിലീസ് ചെയ്തതുമായ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 94 സെപ്റ്റംബർ മാസത്തിൽ ആകെ 6 ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത്. ഇതിൽ 5 ചിത്രങ്ങളും ഓണം റിലീസുകളായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ എന്നീ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ റിലീസ് ചെയ്ത 94 ഓണക്കാലത്ത് ഏതൊക്കെയാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളെന്ന് നോക്കാം. 94 സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു സെപ്റ്റംബർ 2-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഗോത്രം. സായികുമാർ നായകനായ ഈ ചിത്രം സുരേഷ് രാജായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. മധു, പ്രേംകുമാർ, ജഗതി ശ്രീകുമാർ, മാള രവീന്ദ്രൻ, ശ്യാമ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയം ഏറ്റുവാങ്ങിയ ഗോത്രം ഓണം റിലീസുകൾ എത്തുമ്പോഴേക്കും തിയേറ്ററുകളിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്നു. സുരേഷ് രാജ് തന്നെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം 7 ബ്യൂട്ടി ഫിലിംസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. ജി ദേവരാജനായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 94 ഓണത്തിന് റിലീസ് ചെയ്ത ആദ്യത്തെ ചിത്രമായിരുന്നു സെപ്റ്റംബർ 9-ന് തിയേറ്ററുകളിലെത്തിയ മനോജ് കെ ജയൻ നായകനായ പാളയം. ജഗദീഷും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ മികച്ചൊരു വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് ഡെന്നിസ് ജോസഫാണ്. ഓണത്തിന് ഇറങ്ങിയത് കൊണ്ട് തന്നെ ആക്ഷൻ മൂഡിലുള്ള ഈ ചിത്രം തരക്കേടില്ലാത്ത അഭിപ്രായവും കളക്ഷനും നേടി സാമാന്യ വിജയം നേടിയ ചിത്രമായിരുന്നു. മമ്മൂട്ടി അതിഥി താരമായി എത്തിയ ഈ ചിത്രത്തിൽ ഉർവശിയായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തിരുന്നത്. പാളയത്തിൽ രതീഷ്, സായികുമാർ, രാജൻ പി ദേവ്, സന്തോഷ്, പ്രതാപചന്ദ്രൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു. ശ്യാമായിരുന്നു പാളയത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 94 ഓണത്തിന് റിലീസ് ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു സെപ്റ്റംബർ 15-ാം തീയതി തിയേറ്ററുകളിലെത്തിയ കിന്നരി പുഴയോരം. ഈ ചിത്രം അനുഗ്രഹ സിനിയാർട്സിന്റെ ബാനറിൽ VBK മേനോനായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഹരിദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ശ്രീനിവാസനായിരുന്നു നായകവേഷം കൈകാര്യം ചെയ്തിരുന്നത്. പ്രിയദർശന്റെ കഥയ്ക്ക് ഗിരീഷ് പുത്തഞ്ചേരി തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിൽ സിദ്ദിഖും നായകതുല്യമായ വേഷം കൈകാര്യം ചെയ്തിരുന്നു. കുറഞ്ഞ മുതൽ മുടക്കിൽ ഗ്രാമീണ പശ്ചാത്തലത്തിലൊരുക്കിയ ഈ ചിത്രം ഹാസ്യത്തിന് മുൻതൂക്കം നൽകിയെടുത്ത കുടുംബ ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓണക്കാലത്തിറങ്ങിയ ഈ ചിത്രം കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകി സാമാന്യം തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. തിലകൻ, ജഗതി, ജനാർദ്ദനൻ എന്നിവർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ദേവയാനിയായിരുന്നു നായികയായി എത്തിയത്. ഗ്രാമീണ നൈർമല്യം തുളുമ്പുന്ന ഒരുപിടി മികച്ച ഗാനങ്ങളുള്ള ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് MG രാധാകൃഷ്ണനായിരുന്നു. 94 ഓണത്തിന് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു സെപ്റ്റംബർ 16-ാം തീയതി തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ നായകനായ മിന്നാരം. ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ ബാനറിൽ R മോഹൻ നിർമ്മിച്ച ഈ ചിത്രം പ്രിയദർശനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. 1991 പുറത്തിറങ്ങിയ കിലുക്കം എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ അണിയറ ശില്പികൾ വീണ്ടും ഒരുമിച്ചപ്പോഴുണ്ടായ ഈ ചിത്രം വമ്പൻ പ്രീ റിലീസ് ഹൈപ്പോടെയാണ് തിയേറ്ററുകളിലെത്തിയതെങ്കിലും ഉദ്ദേശിച്ച ബോക്സ് ഓഫീസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 31 റിലീസ് സെന്ററുകളിൽ റിലീസ് ചെയ്ത മിന്നാരം ഓണക്കാലത്ത് തരക്കേടില്ലാത്ത പ്രദർശന വിജയം നേടി ഹിറ്റ് സ്റ്റാറ്റസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കോമഡിക്കും സെന്റിമെന്റ്സിനും ഒരേ പ്രാധാന്യം നൽകിയെടുത്ത ഈ പ്രിയൻ ചിത്രത്തിൽ ശോഭനയായിരുന്നു നായികയായി എത്തിയിരുന്നത്. ജഗതി ശ്രീകുമാറിന്റെ ഓവർ ദ ടോപ്പ് കോമഡി രംഗങ്ങളാൽ സമ്പന്നമായ മിന്നാരത്തിൽ തിലകൻ, KP ഉമ്മർ, വേണുനാഗവള്ളി തുടങ്ങിയ വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ചെറിയാൻ കൽപ്പകവാടിയുടെ കഥയ്ക്ക് പ്രിയദർശൻ തന്നെയായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയിരുന്നത്. SP വെങ്കടേഷ് ഇണമിട്ട ഒരുപിടി മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിന്റെ വിജയത്തെ സ്വാധീനിച്ച ഘടകങ്ങളിൽ ഒന്നായിരുന്നു. 94 ഓണത്തിന് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു സെപ്റ്റംബർ 16-ന് തന്നെ തിയേറ്ററുകളിലെത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സൈന്യം. എവർഷൈൻ ആൻഡ് അംബു ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ജോഷിയായിരുന്നു. എയർഫോഴ്സ് അക്കാദമിയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിന് ഷിബു ചക്രവർത്തിയുടെ കഥയ്ക്ക് SN സ്വാമിയായിരുന്നു തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരുന്നത്. വൻ ബഡ്ജറ്റിൽ പൂർത്തിയാക്കിയ ഈ ചിത്രം 29 കേന്ദ്രങ്ങളിൽ റിലീസ് ചെയ്ത് 1 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത മമ്മൂട്ടി ചിത്രമായിരുന്നു.
ആദ്യ ആഴ്ചകളിൽ വമ്പൻ ഇനീഷ്യൽ കളക്ഷൻ നേടിയ ഈ ചിത്രം പിന്നീട് അങ്ങോട്ടുള്ള വാരങ്ങളിൽ ഉദ്ദേശിച്ച രീതിയിൽ കളക്ട് ചെയ്യാതിരുന്നത് സൈന്യത്തിന്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഈ ചിത്രത്തിന് തിരക്കഥയിലെയും അവതരണത്തിലെയും പാളിച്ചകൾ കാരണം ഹിറ്റ് സ്റ്റാറ്റസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മുകേഷ്, സുകുമാരൻ, വിക്രം, ദേവൻ, രവിജാക്കി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ പ്രിയാരാമനും മോഹിനിയുമായിരുന്നു നായികമാരായി എത്തിയത്. SP വെങ്കടേഷ് ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. തൊണ്ണൂറ്റിനാല് ഓണത്തിന് പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു സെപ്റ്റംബർ 17-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ബാബു ആന്റണി നായകനായി എത്തിയ ദാദ. ആക്ഷൻ ഫാമിലി സെന്റിമെന്റ്സ് കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈ ചിത്രം PG വിശ്വംഭരനായിരുന്നു സംവിധാനം ചെയ്തത്. സാബ് ജോൺ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ ശാന്തികൃഷ്ണയായിരുന്നു നായിക. സ്വന്തം അച്ഛൻ്റെ കൊലപാതകത്തിന് പകരം ചോദിക്കാൻ ഒരു നാട്ടിലെത്തി ആ നാടിൻ്റെ തന്നെ രക്ഷകനായി മാറുന്ന ഭരതൻ എന്ന കഥാപാത്രമായിട്ടായിരുന്നു ബാബു ആന്റണി ദാദ അവതരിപ്പിച്ചത്. ആക്ഷന് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നിട്ട് കൂടി ഈ ചിത്രം ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല. രാജൻ പി ദേവ്, നരേന്ദ്രപ്രസാദ്, മാമുക്കോയ, സീത, കൽപ്പന, അശോകൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രം അറക്കൽ ഫിലിംസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. ബാബു ആന്റണിക്ക് കരിയറിൽ യാതൊരു നേട്ടവും സമ്മാനിക്കാതെ പോയ ദാദയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് KJ ജോയി ആയിരുന്നു. ആകെ സമ്മറി നോക്കുമ്പോൾ 94 സെപ്റ്റംബർ ഓണം സീസണിൽ പുറത്തിറങ്ങിയ 6 ചിത്രങ്ങളിൽ 3 ചിത്രങ്ങൾ സാമ്പത്തികമായി വിജയം കൈവരിച്ചു, ഒരു ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു. സക്സസ് റേഷ്യോ 58% ആണ്. ഇത്രയുമാണ് 94 സെപ്റ്റംബർ ഓണം സീസണോടനുബന്ധിച്ച് റിലീസ് ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.